സല്യൂട്ട് മീഡിയ ഇന്ന് എത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ മേപ്പയൂർ പഞ്ചായത്തിൽ കൊഴുക്കല്ലൂർ എന്ന സ്ഥലത്തെ ലാൻസ് നായക് സുരേഷ് കുമാർ എന്ന ആളുടെ ആ ധീര ജവാന്റെ സിയാച്ചിനുണ്ടായ ആ ദുരന്ത കഥയും മറ്റ് വിശേഷങ്ങളും അറിയാൻ വേണ്ടി ആണ് എത്തിയിരിക്കുന്നത്. സാറിൻ്റെ മുഴുവൻ പേരും? എൻ്റെ പേര് സുരേഷ് കുമാർ PKM എന്നാണ്. PKM. പഠിച്ചെല്ലാം സാറ് പ്രാഥമിക വിദ്യാഭ്യാസം എവിടെയായിരുന്നു? കൊഴുക്കല്ലൂർ AUP സ്കൂളിലായിരുന്നു. കൊഴുക്കല്ലൂർ. പിന്നെ അവിടുന്ന് അരിക്കുളം സ്കൂളാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടത്തിയത്. അതിനുശേഷം ഞാൻ പിന്നെ SLC കഴിഞ്ഞതിന് ശേഷം എൻ്റെ മെയിൻ ലക്ഷ്യം പട്ടാളത്ത് കയറുക എന്നുള്ളത് തന്നെയായിരുന്നു. ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമായിരുന്നു. അമിത ആഗ്രഹമായിരുന്നു ആർമിയിൽ ജോയിൻ ചെയ്യാൻ. അതെ, അമിത ആഗ്രഹമാണ് കുറച്ച്. കാരണം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ പശുവിനെ കറവുണ്ട്. ഈ പാലും കൊണ്ട് കൊടുക്കണം ഒരു വീട്ടിൽ. അവിടെ പട്ടാളക്കാരന്റെ വീടാണ്. ഈ പാല് കൊടുക്കുന്ന വീട്ടിലൊരു പട്ടാളക്കാരനാണ്. പക്ഷെ അവരെ നമ്മൾ കാണുന്നില്ല. പക്ഷെ അവര് ലീവ് വരുന്ന സമയത്താണ് ഒന്ന് കാണുന്നത്. പക്ഷെ അന്ന് നമുക്ക് കുറച്ചൊരു എന്താ പറയാ കഷ്ടപ്പാടുള്ള സമയമാണ്. അത് അച്ഛനായാലും ശരി, അച്ഛൻ നാടൻ പണിക്ക് പോയിട്ട് ജീവിക്കുന്ന ഒരു കുടുംബം. അപ്പോ നമുക്ക് ഡ്രസ്സ്, അവർ ലീവ് വരുമ്പോൾ ഡ്രസ്സ്, അത് കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുകൊടുക്കുന്ന, നമ്മൾ പാലിൽ കൊണ്ടുകൊടുക്കുന്ന പൈസ വാങ്ങുന്നു. പക്ഷെ അതിലും സ്നേഹം അവിടുന്ന് കിട്ടുന്നുണ്ട് നമുക്ക്. ഈ പാല് കൊടുക്കുന്നതിൽ കൂടാതെ ഒരു ബോണസ് അവിടുന്ന് കിട്ടുന്നുണ്ട് ഈ പട്ടാളക്കാരുടെ വീട്ടിൽ നിന്ന്. അതൊരു പട്ടാളക്കാരുടെ മനസ്സിൽ മാത്രമേ ആ ഒരു കഴിവ് ഉണ്ടാവുള്ളൂ. കാരണം അവര് നമ്മൾ കൊടുക്കുന്ന പാലിന് നമുക്ക് പൈസ തരുന്നുണ്ട്. പിന്നെ അത് ഒരു ഇതല്ല. അപ്പൊ കുറച്ച് ദൂരവുമുണ്ട്. അപ്പൊ അങ്ങനെ അവർ ആ ബന്ധത്തിൻ്റെ പുറത്ത് അന്നേ ആഗ്രഹമാണ് പട്ടാളത്തിൽ പോകണം. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠനും പറഞ്ഞു, നീ എന്തായാലും ഇത്രയൊക്കെ പഠിക്കുന്നില്ല, അപ്പം നീ ഒരു കാര്യം ചെയ്യും, ഇനി പട്ടാളത്തേക്ക് നോക്കാം. അപ്പോൾ SLC കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ്, പിന്നെ SLCക്ക് 254 മാർക്കാണ് വാങ്ങിയത് ഫസ്റ്റ്. അപ്പോൾ എന്നോട് പറഞ്ഞ് കുറച്ചുകൂടി മാർക്കുണ്ടെങ്കിൽ നമുക്ക് എയർഫോഴ്സ് കിട്ടുമെന്ന് പറഞ്ഞ് എന്നെ പയ്യോളി മേലടി ഒരു കോളേജിൽ കൊണ്ട് ചേർത്തു. വേറെ കോളേജിൽ ബെറ്റർമെന്റ് ചെയ്യാൻ. പക്ഷെ എനിക്കെന്തോ വലിയ ഇംഗ്ലീഷ് ഭയങ്കര പിടുത്തമില്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ സ്കോർ ചെയ്യാൻ പറ്റിയില്ല. 329 ഫസ്റ്റ് ക്ലാസ് കിട്ടിയില്ല, 329 സെക്കൻഡ് ക്ലാസ് കിട്ടി. പക്ഷെ ഞാനതിൽ തൃപ്തനായിരുന്നു. ഞാൻ അപ്പം തന്നെ നമുക്ക് അന്ന് കോളിംഗ് ലെറ്ററാണ് BRO. അപ്പോൾ നമ്മൾ അപേക്ഷ ഇട്ടു, നമുക്ക് വിളി വന്നു, നമ്മൾ പോകുന്നു, അറ്റൻഡ് ചെയ്യുന്നു. നമ്മൾ കുറച്ച് തടിയൊക്കെ ഉള്ളതുകൊണ്ട് ഓടിയെത്താനാകില്ല. അവിടെ ജസ്റ്റ് ഈസി കൂടെ ഓടണം, ഭയങ്കര കയറ്റാണ്. അപ്പോൾ നമ്മൾ ഓടുന്നു, ഫെയിലായിട്ട് വരുന്നു, സങ്കടമാകുന്നു. പിന്നെ അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് രാവിലെ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് നമ്മൾ റോഡുമിലേക്ക് വരുന്നു. എൻ്റെ വീട് മലേൻ്റെ മുകളിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു, രാവിലെ ഓടുന്നു. ഞാനും കുറച്ച് ചെറുപ്പക്കാരെല്ലാം കൂടി ചേർന്നിട്ടാണ് ഓടുന്നത്. നമ്മൾ വേറെ ഒരാളെ പ്രതീക്ഷിച്ചിട്ടല്ല, നമ്മൾ ഓടാൻ പോകുന്നു. അപ്പം കുറച്ച് പേടിയുണ്ട്, പക്ഷെ ഭയന്നിട്ട് കാര്യമല്ല. നമ്മൾ കാരണം രാവിലെ തന്നെയുള്ള ഓട്ടാന്നല്ലോ. അങ്ങനെ രാവിലെ ഓടുന്ന. അങ്ങനെ 4ാമത്തെ പ്രാവശ്യം ആ കോളിംഗ് ലെറ്ററിന്റെ ലാസ്റ്റ് ചാൻസിലാണ് എനിക്ക് പട്ടാളത്ത് കിട്ടുന്നത്. അത് 1996. അതിന്റെ ഇടയ്ക്ക് 96 എൻറോൾമെന്റ് ആണ്. അത് എവിടെ വെച്ചാണ്? അത് നമ്മളെ ഈ വെസ്റ്റിലുള്ള അന്ന് ബ്രാഞ്ച് റിക്രൂട്ടിംഗ് ഓഫീസാണ്. ഇപ്പം ആർമി റിക്രൂട്ടിംഗ് ഓഫീസായി അത്. സാറ് കുടുംബത്തെ പറ്റി ഒന്ന് പറയാമോ? അപ്പോൾ ഞാൻ അവിടുന്ന് ഇത് അച്ഛൻ, അമ്മ, ജ്യേഷ്ഠൻ അന്ന് എൻ്റെ കുടുംബത്തിൽ അന്നുള്ളത്. അപ്പോൾ ഞാൻ പട്ടാളത്ത് പോയി. പിന്നെ MEG മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലാണ്. നമുക്കിതൊന്നും അറിയില്ല. നമ്മളെ ഇവിടുന്ന് ട്രെയിനിൽ ഒരു 96 എൻറോൾമെന്റ് ആയി. സാർ ട്രെയിനിങ്ങിന് വേണ്ടി പോയത് എവിടെയാണ്? ബാംഗ്ലൂർ. അപ്പോൾ ഞങ്ങളൊരു 24 മലയാളീസ് അങ്ങനെ ഉണ്ടായിരുന്നു അന്ന് ഞങ്ങളെ കൂടെ ഒരുമിച്ച്. ഞങ്ങളെല്ലാം പിന്നെ അവിടെ പോയി ട്രേഡ് ടെസ്റ്റ് എടുത്തു. ഡ്രൈവർ ട്രേഡും കിട്ടി. ബേസിക് ഒരുവിധം മോശമല്ലാണ്ട് കഴിഞ്ഞു. പക്ഷെങ്കിൽ ഒരു വിഷയത്തിൽ എനിക്ക് വരത്തില്ല, ടച്ച്. അതിന് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. എല്ലാവരും ലീവ് വന്നപ്പോൾ എനിക്ക് ലീവ് വരാൻ ബുദ്ധിമുട്ടി. എന്താണ് കാരണം പാസ്സാകാതെ വിടത്തില്ല, സ്ട്രിക്റ്റ് ആണല്ലോ. പക്ഷെ പിന്നെ TO സാബ് പാസ്സാക്കി.
5 വരെയൊക്കെ എടുക്കും, 6 പിന്നെ 6 എടുത്താൽ ജയിക്കും. പക്ഷെ അത് വരത്തില്ല. പക്ഷെ ഭാഗ്യത്തിന് അതൊക്കെ കിട്ടി. പക്ഷെ ബാക്കി BPT ഓടും, പിന്നെ മങ്കി റോപ്പ്, അങ്ങനത്തെ ഒരു ട്രെയിനിങ്ങിനും പ്രശ്നമില്ല. ഈ ടോട്ടച്ച് മാത്രം കുറച്ചൊരു അങ്ങനെ. എന്നിട്ട് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു. പിന്നെ FE ചെയ്തു, FEയും പാസ്സായി. പിന്നെ വർക്ക്ഷോപ്പിൽ പോയി, വർക്ക്ഷോപ്പിൽ നല്ല ട്രെയിനിങ് കിട്ടി. ഡ്രൈവർ ട്രേഡ് ആയിരുന്നു, നല്ല ട്രേഡ് കിട്ടി. അതൊക്കെ കഴിഞ്ഞു. നേരെ അവിടുന്ന് ഒരു 98 ഫസ്റ്റ് തന്നെ നമുക്ക് പോസ്റ്റിംഗ് കിട്ടി. 98 പോസ്റ്റിംഗ് പോകുന്നത് ട്രെയിനിങ് സെന്ററിൽ. സാറിന്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് എവിടെയായിരുന്നു? ലേ ലഡാക്കിലേക്ക്. ഫസ്റ്റ് പോസ്റ്റിംഗ്. അങ്ങനെ ഞാൻ യൂണിറ്റ് ആയിരുന്നു? 2 എഞ്ചിനീയർ റെജിമെന്റ്. അപ്പോൾ റെജിമെന്റ് ഉള്ളത് ലേയിലാണ്. ഞാൻ അവിടെ പോയി റിപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ ഒരു 4-5 പേര്. ബാംഗ്ലൂരിൽ നിന്ന് ഡയറക്റ്റ് പോയി അതോ ക്ലൈമറ്റേഷൻ ഉണ്ടായിരുന്നു? ഇല്ല, ഞങ്ങൾ നേരിട്ട് ദില്ലി പോയി. ദില്ലിയിൽ നിന്ന് ചണ്ഡീഗഡ് അവിടെ പോയിട്ട് പിന്നെ അവിടുത്തെ ക്ലൈമറ്റേഷൻ ലേലെ. അത് കഴിഞ്ഞു നമ്മളെ കമ്പനികളിലേക്ക് പോസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മളെ 3 കമ്പനി. സാർക്ക് ഏത് കമ്പനിയിലാണ് പോസ്റ്റിംഗ് കിട്ടി? എൻ്റെ 429 കമ്പനി, 429 ഫീൽഡ് കമ്പനിയാണ്. 429 ഫീൽഡ് കമ്പനി. അത് സിയാച്ചിലുള്ള. 422 വന്ന് കാർഗിലുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഇങ്ങനെ പറയായിരുന്നു ഭയങ്കര ഫയറിംഗ് ഉള്ള ഒരു സ്ഥലമാണ് ഇത് കാർഗിലിന്. പിന്നെ ഒരു കമ്പനി ലേ തന്നെയായിരുന്നു, 362. അപ്പൊ ഹെഡ് ക്വാർട്ടറും ഒരു കമ്പനിയും ലേയിലും, ഒരു കമ്പനി വന്നിട്ട് സിയാച്ചിലും, ഒരു കമ്പനി വന്ന് കാർഗിലാണ്. അങ്ങനെയാണ് ഡിപ്ലോയ്ഡ് ഉണ്ടായിരുന്നത്. അപ്പൊ സാർ പോയത്, കൃഷ്ണകുമാർ സാർ, സുരേഷ് കുമാർ സാർ പോയത് എങ്ങോട്ടാണ്? സിയാച്ചിൽ പോയി. അപ്പൊ സാറ് അവിടെ ലേയില് യൂണിറ്റിൽ ചേർന്നിട്ട് എത്ര സമയത്തിന് ശേഷമാണ് അങ്ങോട്ട് പോയത്? നമുക്ക് ഒരു ക്ലൈമറ്റേഷൻ ഉണ്ട് അവിടെ. എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഓർമ്മയില്ല, ഒരു 13 ദിവസം ഒരു ഇഞ്ചക്ഷനൊക്കെ അടിച്ചിട്ട് അവിടെ MH കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷനൊക്കെ അടിച്ചിട്ട് അത് കഴിഞ്ഞ് അന്നേരം തന്നെ നമ്മൾ ഒരു ദിവസം രാവിലെ ശക്തിമാനിൽ കയറ്റി അങ്ങോട്ട് കൊണ്ടുപോയി. പിന്നെ കർദമുള്ള ടോപ്പ് ബൈ റോഡ് തന്നെ പോയി. അന്നേരമൊക്കെയാണ് നമ്മളൊരു ഇവിടെയുള്ള നാടും ആ നാടുമായിട്ടുള്ള വ്യത്യാസം കാണുന്നത്. നമ്മളവിടെ എത്തി. പിന്നെ ബേസ് ക്യാമ്പ്, പിന്നെ ഞങ്ങളെ യൂണിറ്റുള്ള ഇടത്തിലെത്തിയപ്പോൾ പർദാപൂർ എത്തിയപ്പോൾ പിന്നെ രാത്രി ആയിട്ടുണ്ട്. അപ്പം നമ്മളോട് ഭക്ഷണം കഴിച്ചിട്ട് ബാരക്സിൻ്റെ വെളിയെ ഒന്ന് നമുക്കൊരു ഇത് ഗൈഡൻസ് ഉണ്ടാവില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് വെളിയെ നിൽക്കാൻ പറഞ്ഞു. നിൽക്കുന്ന സമയത്താണ് നമ്മളിവിടെ ഉത്സവപ്പറമ്പിലെ മാതിരി വെടിപൊട്ടുന്ന ഒച്ച കേൾക്കുന്നത്. നമുക്കറിയില്ല ഇതെന്താ സംഭവം എന്ന്. നമ്മളെ മുന്നിൽ നിൽക്കുന്ന ആൾ നമുക്കിത് പറഞ്ഞു തരുന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ ചോദിച്ചാ സാർ ഇതെന്താണ് സംഭവം? അത് ഫയറിങ് ആണ്, പക്ഷെ ഇവിടെ എത്തൂല, ഇത് നമ്മൾ സേഫ്റ്റിയിലാളിൽ ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ അവിടെ ഒരു 3-5 ദിവസം പർദാപൂർ നിർത്തിയുള്ളൂ, പ്രതാപൂർ സെക്ടറിൽ നിർത്തിയിട്ടുള്ളൂ. അതിന് ശേഷം എന്നെ ഈ ട്രെയിനിങ്ങിന് വിട്ടു. അപ്പോൾ ഒരുത്തൽ അറ്റാച്ചഡും ചെയ്തു, ഒരു ജനറേറ്റർ റൂമിൽ അറ്റാച്ചഡും ചെയ്തിട്ട് പിന്നെ ട്രെയിനിങ്ങിന്, ഈ ബർഫ് കയറാനുള്ള ട്രെയിനിങ്ങിന് അയച്ചു. ബർഫ് അതും നല്ല ഒരാഴ്ചയോ 2 ആഴ്ചയോ അങ്ങനെയാണ്. ആ ട്രെയിനിങ് നല്ലോണം ചെയ്തു. അപ്പം എൻ്റെ പോസ്റ്റിൽ അപ്പം അവിടുന്ന് എത്ര ദിവസം സാറിന്റെ പോസ്റ്റിലേക്ക് നടന്നു പോകണം? അതിപ്പം കറക്റ്റായിട്ട് ഓർമ്മയില്ല. പിന്നെ ആദ്യത്തെ നടത്തത്തിൽ തന്നെ പിന്നെ കുമാറാണ് ബേസ്. അവിടെ എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ അന്നേരം കൊണ്ടുപോകുമ്പോൾ റേഡിയോ, അങ്ങനത്തെ സോപ്പ് ഇതെല്ലാം കൊണ്ടുവരുന്നു. ഇതെല്ലാം ഞാൻ ഡ്രൈവർ ആയിരുന്നു. അങ്ങനെ ഈ പോസ്റ്റിലോട്ടാണ് പോകുന്നത്. ആദ്യത്തെ ദിവസം നടന്നു ആദ്യത്തെ ദിവസം അതിന്റെ ഇതിലെത്തിയോ? ഇല്ല, പോസ്റ്റെത്തില്ല. പിന്നെ ഈ കുമാർ പോസ്റ്റെത്തണ ഒരു ബേസ് ആടെയും കൂടി എത്തിയിട്ടില്ല. അതിന്റെ മുന്നേ തന്നെ നമുക്ക് നമ്മളെ അടുത്തുള്ള സാധനത്തിന്റെ വെയിറ്റ് കൊണ്ട് കുറെ സാധനം നമ്മൾ ഉപേക്ഷിച്ചു. അങ്ങോട്ട് ഈ റേഡിയോ അങ്ങനത്തെ നമുക്ക് എന്താണോ വേണ്ടത് അത് മാത്രമായി നമ്മുടെ കയ്യില്. പിന്നെ അവിടുന്ന് നമ്മൾ കുമാർ പോസ്റ്റിലെത്തി. കുമാർ പോസ്റ്റിൽ ഒരു ദിവസം അവിടെ നിന്നിട്ടുള്ളൂ. അവിടെ നമ്മളെ കൂടെയുള്ള ഇവരുണ്ടായിരുന്നു, നമ്മളെ ബാച്ചുകാർ തന്നെ, നമ്മളെ ജൂനിയേഴ്സ് ആണെങ്കിൽ കൂടി നമ്മളെ ബാച്ചുകാർ തന്നെ. അപ്പോൾ അവരുടെ അടുത്ത് ഒരു ദിവസം തങ്ങി നേരെ പിന്നെ വേറെ ഒരു പോസ്റ്റ് പോയി. ഈ ഹെലികോപ്റ്റർ ഇവിടത്തേക്ക് കാണ്ട പോസ്റ്റാണെന്ന് തോന്നുന്നത്.
ആ കാണ്ട പോസ്റ്റിൽ പോയി റിപ്പോർട്ട് ചെയ്തു. അവിടെയും നമ്മളെ കുട്ടികൾ തന്നെ വെച്ചാൽ നമ്മളെ കൂടെയുള്ള ബാച്ചാണല്ലോ. അപ്പോൾ കാണ്ട പോസ്റ്റിൽ പോയെങ്കിൽ മാത്രമാണ് ഹെലികോപ്റ്ററിൽ ഈ പോസ്റ്റിൽ കൊണ്ടുവച്ച് വിടാൻ പറ്റും. അന്ന് നടന്നു പോകുന്ന ഇതില്ല, സോണം പോസ്റ്റിലേക്ക് നടന്നു പോയിക്കൂടാ. ചീറ്റ ഹെലികോപ്റ്ററിൽ, ചെറിയ ഹെലികോപ്റ്ററിലാണ് നമ്മളെ കൊണ്ടുപോയി വിടുന്നത്. ചീത്ത ഹെലികോപ്റ്റർ. ചേട്ടാ. അപ്പോൾ നമ്മൾ അവിടെ പിന്നെ കാണ്ട പോസ്റ്റിൽ പോയി നമ്മൾ അവിടെ എത്തിയതിനു ശേഷം അന്നേക്ക് തന്നെ നമ്മളെ സോണം പോസ്റ്റ് കൊണ്ടുപോയി വിട്ടു. സാർക്ക് അവിടെ ചെന്ന അവിടെ ആ ഉദ്ദേശിച്ച പോസ്റ്റിൽ എത്താൻ പറ്റിയില്ല. അതിന്റെ ഇടയിൽ തന്നെയാണ് അന്ന് രാത്രിയിലാണോ ഈ ഇൻസിഡന്റ്? അല്ല, ഞാൻ പോസ്റ്റിൽ എത്തിയതിന് ശേഷമാണ് പോസ്റ്റിലെത്തി, സോണം പോസ്റ്റിലെത്തി. അവിടെ ഞങ്ങളെ ടെന്റിലെത്തി. അപ്പോൾ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരാൾ റിലീവായി. അത് റിലീവായി. പിന്നെയുണ്ട് അവിടെ 2 പേര്, ഒരു ജയ്സി സാബും വേറെ ഒരു ഹവിൽദാർ സാറും. നമുക്ക് അവിടെ കിടക്കാൻ വന്നിട്ട് വലിയ സൗകര്യമില്ല. ബങ്കറല്ല, ടെന്റാണ്. അതുമാണ്, അത് ഇൻഫൻട്രിക്കാര് ഉപേക്ഷിച്ച ടെന്റാണ്. അപ്പൊ ഞാൻ എന്റെ മനസ്സ്, എനിക്കന്ന് അറിയില്ലല്ലോ ഇത്ര ഇത് പട്ടാളത്തിനെ പറ്റി ഒന്നും അറിയത്തില്ല. ഞാൻ പുതിയ ഒരാളാണ്. സാർ അന്ന് അവിടെ പോസ്റ്റിൽ ചെന്നിരുന്നല്ലോ. പോസ്റ്റിൽ ചെന്നിട്ട് എത്ര ദിവസത്തിന് ശേഷമാണ് സാർക്ക് ഈ ഇൻസിഡന്റ് സംഭവിക്കുന്നത്? ഒരു 10-20 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. 20 ദിവസം വരെ ആ പോസ്റ്റ് ഉണ്ടായിരുന്നു. സിയാച്ചിൻ പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റിന്റെ പേര് ഓർക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ? സോണം പോസ്റ്റ്. സോണം പോസ്റ്റ് അതിലായിരുന്നു. അപ്പൊ സാറിന്റെ കൂടെ എത്ര പേരുണ്ടായിരുന്നു? എന്റെ കൂടെ 2 പേരുണ്ടായിരുന്നു. അതില് ഒരാള് പിറ്റേന്ന് തന്നെ ഡൗൺ ആയി. പിന്നെ ഞാനും എന്റെ ബദലു എനിക്ക് ഞാൻ ചെന്നത് ഒരാളെ റിലീവ് ചെയ്യാനാണ്. അപ്പൊ അവര് ഡൗൺ ആയി. പിന്നെ ഞാനും എന്റെ കൂടെയുള്ള സാബും മാത്രമേ ഉള്ളൂ. അപ്പം സാവിന് പിന്നെ ആൾറെഡി P2 എന്നുവെച്ചാല് ശ്വാസതടസ്സം ഡോക്ടർ ആൾറെഡി എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് റിലീവർ വന്നു കഴിഞ്ഞാൽ അവരും ഡൗൺ ആവും. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ഡ്യൂട്ടി നോക്കുന്നു. ഞങ്ങൾ രാവിലെ പോകുന്നു. അവിടെ പിന്നെ ജനറേറ്റർ ഓൺ ചെയ്തിട്ട് ഈ ട്രാലി ഓപ്പറേറ്റ് ചെയ്യുന്നു. സുഖമായിട്ട് പോകുന്നു. പിന്നെ ഒരു ദിവസം നൈറ്റ് ഞങ്ങൾ 2 പേരും കിടന്നുറങ്ങുമ്പോൾ നൈറ്റ് വന്നിട്ട് ടെന്റിന്റെ മുകളിൽ മൊത്തം ബർഫ് വന്ന് മൂടിപ്പോയി. അപ്പോ ആ മാസം ഏതാണെന്ന് ഓർക്കാൻ പറ്റുണ്ടോ സാർക്ക്? ഫെബ്രുവരി ഫെബ്രുവരി മാസമാണ്. അപ്പൊ നിങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ? അത് ജെസി ആയിരുന്നു, ഓഫീസർ ആയിരുന്നു കൂടെ? ജെസി ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഓർക്കാൻ പറ്റുന്നുണ്ടോ ഈ അവസരത്തില്? അല്ല, പേര് ഓർമ്മയില്ല. ഓക്കെ. അന്ന് സാറ് സിപ്പായി ആയിരുന്നു, ലാൻസ് നായിക് ആയിരുന്നു? ഞാൻ ലാൻസ് നായിക. ഞാൻ അന്ന് സിപ്പായി ആയിരുന്നു. ഓക്കെ. ഇത് രാത്രി നിങ്ങൾ കടന്നു കഴിഞ്ഞ ശേഷം സ്ലീപ്പിംഗ് ബാഗിലായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. സ്ലീപ്പിംഗ് ബാഗിലാണ്. ഈ ടെന്റ് മേലെ ഐസ് പുറത്തുനിന്ന് വന്ന് വീഴുകയാണോ ചെയ്തത്? മൊത്തത്തിൽ വന്ന് വീണതാണ്. അത് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന തെരക്കുമ ഉണ്ട്. അവര് ഇൻഫൻട്രി ഗ്രൂപ്പിന്റെ അവര് കുറച്ച് സ്ട്രെങ്ത് കൂടുതലാണല്ലോ ഇൻഫൻട്രി. അവരും മൂടിപ്പോയി. പക്ഷെ അവരെന്ത് ചെയ്തു, ഒരു ഉച്ചന്റെ ഉള്ളിൽ തന്നെ അവര് റിക്കവറി ആയി. ടെന്റെല്ലാം അവര് സേഫ്റ്റി ആക്കി. പിന്നെ നമ്മളെ ഈ അവരെ ഈ സിഗ്നലുകാരെ RR ഇന്ത്യത്താളില്. അപ്പൊ അതും നമ്മൾ അതിൻ്റെ ഉള്ള പെട്ട് കിടക്കുക. അവര് വന്നു ബർഫ് എടുത്തു. സാർക്ക് ഈ ഇൻസിഡന്റ് ഐസ് വന്ന് വീണ ഉടനെ ഓർമ്മയുണ്ടോ? അന്നേരം അറിഞ്ഞില്ല. നമുക്ക് അറിയില്ല, നമ്മൾ കിടന്നുറങ്ങുകയാണല്ലോ. രാവിലെ സ്ലീപ്പിംഗ് ബാഗിനകത്തുള്ള ഓക്സിജൻ മാത്രമേ വലിക്കുന്നുള്ളൂ, അത് മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷെ പുറത്ത് ടെന്റിനോട് മേലെല്ലാം ഐസ് സ്നോഫാൾ ആയി. പക്ഷെ സെൻട്രൽ പോളിന്റെ അടുത്ത് നമുക്ക് ശ്വാസം കിട്ടുന്നുണ്ട്. സെൻട്രൽ പോളിന്റെ അടുത്ത് ശ്വാസം കിട്ടുന്നുണ്ട്. ശ്വാസത്തിന് പ്രശ്നമൊന്നുമില്ല. ഇത് ഏകദേശം രാത്രി എത്ര മണിക്കാണ്? രാത്രി അറിയില്ല, നമുക്ക് രാവിലെ അല്ലേ അറിയുന്നത്. രാവിലെ വെളിയെ വരാൻ പറ്റുന്നില്ല, രാവിലെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എനിക്കും പറ്റുന്നില്ല, സാബിനോ സ്ലീപ്പിംഗ് ബാഗിൽ നിന്ന് തന്നെ വെളിയെ വരാൻ പറ്റുന്നില്ല. സ്ലീപ്പിംഗ് ബാഗിൽ നിന്ന് പുറത്ത് വരാൻ പറ്റില്ല. അപ്പൊ അത്രയും വെയിറ്റ് ആണ് മേലെ കിടക്കുന്നത്. അങ്ങനെ പിന്നെ അപ്പൊ തണുപ്പ് ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. അല്ല, ആൾറെഡി തണുപ്പാണ്. അപ്പൊ ഒരു വലിയൊരു കുഴപ്പമില്ലാണ്ട് ഞങ്ങളെ പുറത്തെടുത്തു. പിന്നെ സാബ് ആൾറെഡി P2 ആണ്. താഴേന്ന് ആള് വന്നു. അന്ന് സാബ് ഡൗൺ ആയി. പിന്നെ എനിക്ക് അങ്ങോട്ട് കാലിന് വേദന, കൈക്ക് വേദന,
ഏത് അല്ല ഈ ഐസിന്ന് നിങ്ങളെ മാറ്റാൻ വേറെ ആരെയും വന്നോ? അതെ, കുമ്മോൺകാരെ എടുത്ത് ഇൻഫൻട്രി കുമ്മോൺ റെജിമെന്റുകാര് അവരിന്റെ പെട്രോളിയം ടീമാണ്. അല്ല, അവര് ഞങ്ങളെ കൂടെ തന്നെ അടുത്ത ടെന്റിലായിരുന്നു. അവര് മനസ്സിലാക്കി അവര് മൂടി ഇത്രയൊന്നും അവർക്ക് എഫക്ട് ആയില്ല. ഏറ്റവും കൂടുതൽ എഫക്ട് നിങ്ങൾക്കായിരുന്നു. അപ്പൊ ഈ കൂടെ ഉണ്ടായിരുന്ന ജെസിയോ അദ്ദേഹം താഴെ ഇറങ്ങിയോ? അയാളുടെ റിലീവർ വന്നു. അയാൾക്ക് ആൾറെഡി റിലീവർ വന്നതോടുകൂടി അയാൾ ആൾറെഡി P2 ആണ്. അയാൾ ഡൗൺ ആയി. അപ്പൊ നിങ്ങളും അയാളെ മാറ്റിയ ഒരു സുഹൃത്തു കൂടിയുണ്ട് ഈ ടെന്റിനകത്ത്. അല്ല, ഞങ്ങൾ ഇതിൽ നിന്ന് വെളിയെടുത്തതിന് ശേഷമാണ് അയാൾ പോകുന്നത്. പിന്നെ ഞങ്ങൾ പുതിയ ആളാണ് വരുന്നത്. അപ്പൊ നിങ്ങളെ വെളിയെടുത്ത സമയത്ത് അപ്പൊ ഈ കാലിന് ഐസിന്റെ വല്ല അന്നേരം ഒന്നും അറിയില്ല. പിന്നെ എങ്ങനെയാണ് പിന്നെ നമുക്ക് ആൾറെഡി ഉള്ള വേദനേക്കാണ് കൂടുതൽ വേദന വരാൻ തുടങ്ങി. ഭയങ്കര വേദന. അപ്പൊ ഞാൻ വേദനിക്കുക, കാലും കയ്യും വേദനിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ അവിടെ ആ സമയത്ത് ഡോക്ടർ ഉണ്ട്. ഡോക്ടർ കുറച്ചുകൂടി ദൂരമായിട്ട് അവിടെ ഉണ്ട്. അപ്പൊ ഡോക്ടറോട് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, ബുദ്ധിമുട്ടാവും, താങ്കൾ താഴോട്ട് ഇറങ്ങേണ്ടി വരും. അങ്ങനെ എനിക്ക് P2 അടിച്ചു തന്നു. താഴെ പോകാൻ വേണ്ടി ഹെലികോപ്റ്റർ കയറാൻ വേണ്ടിയുള്ള എല്ലാ ഇതും അടിച്ചു തന്നു. അങ്ങനെ ഞാൻ ഈ കാലം വെച്ച് താഴെ ഇറങ്ങാൻ പറ്റില്ലല്ലോ. പിന്നെ ഹെലികോപ്റ്റർ മാത്രമേ അവിടെ നിന്ന് ഹെലികോപ്റ്റർ ഉള്ളൂ. പക്ഷെ നമ്മള് കഴിഞ്ഞിട്ടില്ലല്ലോ, 3 മാസം ആയിട്ടില്ല. അപ്പൊ നമുക്ക് ഇറങ്ങാൻ പറ്റൂല. നമുക്ക് റിലീവർ വരാതെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. നമ്മളെ വർക്കും അതാണ്. നമ്മളവിടെ ഇല്ലെങ്കിൽ ഇൻഫൻട്രിക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാവും. അപ്പൊ നമ്മളവിടെ വേണം. അപ്പൊ എന്റെ കൂടെയുള്ള പുതിയ ആള് വന്ന് സെറ്റ് ആയിട്ടുണ്ട്. സാബിന് ബദലായിട്ട് വന്ന. അപ്പൊ എനിക്ക് അസുഖം വന്നു എന്നുള്ള ഡോക്ടർക്ക് മനസ്സിലായി. അങ്ങനെ ഡോക്ടർ എഴുതി തന്നു. അങ്ങനെ ഇറങ്ങാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലൈമറ്റ് ബന്ധായി, ബർഫ് വീകാൻ തുടങ്ങി, ഹെലികോപ്റ്റർ വരുന്നില്ല. അങ്ങനെ ഒരു 15 ദിവസം ഞാൻ അവിടെ തന്നെ. ഇത് ഫെബ്രുവരി 28 നടന്നു. ഫെബ്രുവരി 28 എനിക്ക് ഈ ബർഫിന്റെ എഫക്റ്റ് ആകുന്നത് ഡോക്ടർ എഴുതിയ പ്രകാരം എനിക്ക്. പിന്നെ ഈ ഡോക്ടർ നിങ്ങളോട് ആദ്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് പോണം എന്നല്ലേ? പോണം. അത് കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങാൻ പറ്റിയത്? 15 ദിവസം കഴിഞ്ഞു. ഈ 15 ദിവസം വരെ ഈ വേദന സഹിച്ച് അവിടെ തന്നെ ഇരിക്കായിരുന്നു? വേദനയുണ്ട്, പക്ഷെ അന്നേരം വലിയ കുഴപ്പമില്ല. വീങ്ങാൻ തുടങ്ങുന്നുണ്ട്, കാല് വീങ്ങാൻ തുടങ്ങുന്നുണ്ട്. സൂചന ബുക്കാറിയോ അങ്ങനെ ഒന്നുമില്ല. സ്നോ ബൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അത് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ഇട്ടിട്ട് അങ്ങനെ. പിന്നെ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വേദനയായി എഴുന്നേൽക്കാൻ പറ്റാത്ത. അപ്പോഴേക്ക് പിന്നെ ഒരു ദിവസം നമ്മള് ഇവര് മെസ്സേജ് പാസ് ചെയ്തു. ഭാഗ്യത്തിന് ഒരു ഹെലികോപ്റ്റർ ഇറക്കി, ആർമീന്റെ. അതിലെടുത്ത് തന്നെ കണ്ട പോസ്റ്റിൽ കൊണ്ട് ചേർക്കി. ഹെലികോപ്റ്റർ കയറിയിട്ട് നേരിട്ട് താഴെ കൊണ്ടുവന്നില്ല. പിന്നെ കണ്ട പോസ്റ്റിന്റെ കണ്ട പോസ്റ്റ് ഇറക്കിയിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളെ കാണാൻ സീരിയസ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ ഇറക്കിയതിന് ശേഷം തീർച്ചയായിട്ടും ഞാൻ വരാം. കാരണം ഈ പോസ്റ്റിൽ എപ്പോഴും വരാൻ പറ്റൂല. ഈ ഹെലികോപ്റ്ററിന്റെ സൗണ്ട് കേട്ട് അന്നേരം പാകിസ്ഥാൻ വരും. അതുകൊണ്ടാണ് പിന്നെ ഇവരെന്നെ കണ്ട പോസ്റ്റ് എടുക്കുക. അവിടെ പ്രശ്നമല്ല, നടുക്കുള്ള പോസ്റ്റാണ്. അപ്പൊ എന്നെ രണ്ടാമത് അവർ വന്ന് വൈകുന്നേരം നൽകി ഹോസ്പിറ്റലിൽ എത്തിച്ചു താഴെ. അവിടെ പിന്നെ ബേസ് ക്യാമ്പില് അവിടെ നിന്ന് ഡോക്ടർ നോക്കി. ഡോക്ടർ താഴേക്ക് പർദാപുരേക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. ആ പർദാപുര ഹോസ്പിറ്റൽ ബൈ റോഡ് വന്നു. പർദാപുരം എത്തിയതിനു ശേഷം അവിടുന്ന് പിന്നെ കുറച്ച് ദിവസം ട്രീറ്റ്മെന്റ് എടുത്തിട്ട് എന്നെ ചണ്ഡീഗഡ് കൊണ്ടുവരാം. ചണ്ഡീഗഡ് എത്ര ദിവസം നിന്ന്? ഒരു 10 ദിവസം ട്രീറ്റ്മെന്റ് എടുത്തിട്ട് 10 ദിവസം നിന്ന്. അപ്പൊ അവിടെ എന്താ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ്? അവിടെ MH അല്ലേ? അവിടെ എന്താ ട്രീറ്റ്മെന്റ് കിട്ടിയത്? അവിടെ ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു സാധനത്തിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യാൻ. ബോഡി ഹീറ്റ് ചെയ്യണം, കാല് മാത്രം അല്ല, മൊത്തത്തിൽ ഹീറ്റ് ചെയ്യാം. അവിടെ ചെന്നപ്പോ കുറച്ച് ഈ വേദനയ്ക്ക് ആശ്വാസം വന്നോ? ആശ്വാസം ഇല്ല, ഓവറായിട്ടില്ല. ഗുളികയുണ്ട്, അതുകൊണ്ട് ഓവറായിട്ട് വേദനയൊന്നുമില്ല. പിന്നെ അവിടെ തണുപ്പുണ്ട്. പിന്നെ നമ്മളെ എഞ്ചിനീയേഴ്സിൽ നമ്മളെ വേറെ അഡ്മിറ്റ് ആയിട്ടുള്ള പോലെ നമുക്ക് നല്ലോണം വാഷ് ചെയ്യാനുള്ള വെള്ളവും അതൊക്കെ തരും. ഒന്നും കുഴപ്പമില്ലാണ്ട് നിന്നു. അവിടുന്ന് താഴെ ചണ്ഡീഗഡ് കൊണ്ടുവന്നു. ചണ്ഡീഗഡ് എയർപോർട്ടിൽ എത്തി. അന്നേരം 10 ദിവസത്തിന് ശേഷമാണ് പ്രതാപ്പൂർ നേരെ ചണ്ഡീഗഡ് കൊണ്ടുവരുന്നത്. അത് എയർഫോഴ്സിന്റെ ഫ്ലൈറ്റിലായിരുന്നു. ഫ്ലൈറ്റിൽ അവിടെ വന്നതിന് ശേഷമാണ് സ്മെല്ല് സ്റ്റാർട്ടായത്.